ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ക്രിസ്തുയേശു വചനം ജഡമായി തീർന്നവൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം പഠിക്കുന്നു. യേശുവിൻ്റെ ശരീരം അല്ലെങ്കിൽ യേശു എന്ന മനുഷ്യൻ വചനം ജഡമായി തീർന്നവനാണ്, സംശയമില്ല. എന്നാൽ ഈ വചനം ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവമായിരുന്നു. ഇതും പഠിക്കുന്നുണ്ട്. ദൈവം അനന്യനാണ്. അങ്ങനെയെങ്കിൽ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാറ്റമില്ല. ദൈവം വചനമായി തീർന്നു എന്ന് നമുക്ക് പഠിക്കാം. വചനം മാംസമായി തീർന്നു അല്ലെങ്കിൽ ജഡമായി തീർന്നു. ഇത് രണ്ടും നമുക്ക് ഗ്രഹിക്കാം. അപ്പോൾ ഈ പറഞ്ഞ വാക്കനുസരിച്ച് യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ദൈവമാണ്, വചനം ദൈവമാണ്, ആദിയിൽ ദൈവമായിരുന്നു. ഇവിടെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന ചിന്തയുടെ പൊരുൾ. അതായത് ദൈവം ആയിരുന്നവൻ വചനമായി തീർന്നു, വചനം മാംസമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഉദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, അപ്പം മറിയ പ്രസവിച്ചത് ആരെയാണ്? അപ്പോൾ ഈ സമുദായത്തിൽ പറയുന്നത് ശരിയായിട്ട് വരും. എന്ത്? ദൈവപ്രസവിത്രീ കന്യക മറിയാമേ. അപ്പോൾ മറിയ എന്ന് പറയുന്ന ആ വ്യക്തി പ്രസവിച്ചത് ദൈവത്തെയാണെന്ന് വരും. അതൊരിക്കലും സത്യമായിരിക്കില്ല. മറ്റു ലോക സമൂഹങ്ങൾ പരിജ്ഞാനമില്ലാത്തവരും ജാതികളുമായിരിക്കുന്നവർ ഇതിനെ പരിഹസിക്കുന്നതിന് ഒരു കാരണം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സംഭവത്തിൽ എന്തോ മാറ്റമുണ്ട്. ഇതിനെ നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ സാധിക്കൂ. ഒരു ആ മനുഷ്യന് ചിന്തയോ ആഗ്രഹമോ ഇല്ലാതിരുന്ന ഒരു വിഷയം. ഉദാഹരണത്തിനായിട്ട് അദ്ദേഹത്തിന് ഒരു വാഹനം വേണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വീട് പണിയണം. ആ മനുഷ്യൻ ആഗ്രഹിച്ചു. അവിടെ വെച്ച് രണ്ട് ഭാഗമായിട്ട് തിരിയുകയാണ്. ആഗ്രഹിച്ചതിന് മുമ്പുള്ള കാലം, ആഗ്രഹിച്ചതിന് ശേഷമുള്ള കാലം. ആഗ്രഹിച്ച സമയം മുതൽ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. അപ്പോൾ രണ്ടായി. ആ മനുഷ്യൻ പ്ലസ് ആ മനുഷ്യൻ്റെ ആഗ്രഹമായി. ഈ ആഗ്രഹിച്ചത് അദ്ദേഹം തൻ്റെ ഭവനത്തിൽ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, പണിക്കാരോട് പറഞ്ഞു, കോൺട്രാക്ടറോട് പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയേണ്ട അനവധി സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞു. ഈ പറഞ്ഞതെന്ത് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതിൻ്റെ ആകെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹം വന്നു, ആഗ്രഹത്തിൽ നിന്ന് വാക്കുകൾ വന്നു. വീണ്ടും ഈ ആഗ്രഹിച്ച ആഗ്രഹത്തിനൊത്തവണ്ണം, ഈ വാക്കുകൾക്കൊത്തവണ്ണം അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ ഇത് ആ മനുഷ്യൻ്റെ ആഗ്രഹം തന്നെയാണ്. ആഗ്രഹപ്രകാരം പണിത വീടാണ്. ഇന്നത് ഭൂമിയിൽ ഒരു കെട്ടിടമായിട്ട്, ഒരു ഭൗതിക വസ്തുവായിട്ട്, ഒരു ഭൗതിക പ്രവൃത്തിയായിട്ട് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ്റെ ആഗ്രഹം അത് ഹൃദയത്തിലുണ്ടായി, അത് വായിൽ കൂടി വാക്കുകളായിട്ട് പുറപ്പെട്ടു, അത് പ്രവൃത്തിയായി, നിവൃത്തിയായി ലോകത്തിൽ കണ്ടു. ഇതിൽ
ഈ വീട് ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രേഖകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. വാക്കുകൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ഉണ്ടായിരുന്നത്. ഹൃദയത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തോടു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ജ്ഞാനം എവിടെയിരുന്നു? അവിടെ ചോദ്യമായി. ആ മനുഷ്യന് ഈ ജ്ഞാനം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉദിച്ചതാണ്, ഉളവായതാണ് ഈ ജ്ഞാനം. അപ്പോൾ ജ്ഞാനം ഈ വ്യക്തിയായിരുന്നോ? ഈ വ്യക്തി തന്നെയല്ല ജ്ഞാനം. ഈ വീട് പണിത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് ഇത് ആഗ്രഹിക്കുന്നതിന് മുമ്പ് പണിതോ? ഇല്ല. എന്തുകൊണ്ട് പണിതില്ല? ഉള്ളിൽ ഈ ജ്ഞാനമില്ലായിരുന്നു, അതിൽ നിന്നുണ്ടായ വാക്കുകളില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായി. ഈ പ്രപഞ്ചം വചനത്താൽ ഉണ്ടായി. വചനം പുറപ്പെട്ടു വരുന്നത് ദൈവജ്ഞാനത്തിൽ നിന്നാണ്. ഈ ദൈവജ്ഞാനം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉദിച്ച ജ്ഞാനമാണ് ദൈവപുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ ദൈവജ്ഞാനം. അതിൽ നിന്നാണ് വചനം പുറപ്പെട്ടു വന്നത്, അതിൽ നിന്നാണ് പ്രവൃത്തിയായി തീർന്നത്. ഒരിക്കലും സൃഷ്ടിച്ച പ്രപഞ്ചം ദൈവമായി തീരുന്നില്ല, ദൈവം ഒരിക്കലും പ്രപഞ്ചമായി തീർന്നില്ല, ദൈവം സൃഷ്ടിയായി തീർന്നില്ല. നമ്മൾ ആ മനുഷ്യൻ്റെ ചരിത്രം എടുത്തതുപോലെ തന്നെ ആ മനുഷ്യൻ ഒരിക്കലും വീടായി തീരുന്നില്ല, വീടൊരിക്കലും ആ മനുഷ്യനായി തീരുന്നില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വചനമുണ്ട്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെ എങ്ങനെയായിരുന്നു? ദൈവജ്ഞാനമായ ക്രിസ്തുവായിട്ടിരുന്നു. സംശയം. വചനം ദൈവമായിരുന്നു. അതിനും അപ്പുറത്ത് ഇത് ദൈവം തന്നെയായിരുന്നു. അപ്പോൾ ദൈവം ജ്ഞാനമായി തീർന്നുവോ? ദൈവം വചനമായി തീർന്നുവോ? ദൈവം സൃഷ്ടിയായി തീർന്നുവോ? ഇതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരം ഒരിക്കലും ദൈവത്തോട് കൂടി വന്നതാണ് ദൈവജ്ഞാനം. ആ ദൈവജ്ഞാനത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ദൈവവചനം. ഈ ദൈവവചനത്തിൻ്റെ നിവർത്തിയാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ദൈവം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവാണ്. സൃഷ്ടിക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇതെല്ലാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ എന്ന് പറയുന്നതുപോലെ ഇതിൻ്റെ ഒക്കെയും അന്തർധാരയായിട്ട് ദൈവമുണ്ട് എന്നുള്ളതല്ലാതെ ഒരിക്കലും സൃഷ്ടിയോ വചനമോ ജ്ഞാനമോ ദൈവമായി നമ്മൾ പഠിക്കുന്നില്ല, കണക്കൂട്ടുന്നില്ല. ജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. വചനമുണ്ടെങ്കിൽ ആ വചനം ദൈവത്തിൻ്റെ വചനമാണ്. സൃഷ്ടിയുണ്ടെങ്കിൽ ആ സൃഷ്ടി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവമാകുന്നില്ല. ദൈവത്തിൻ്റെ വചനം ദൈവമാകുന്നില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവമാകുന്നില്ല. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. വചനത്തിനും ജ്ഞാനത്തിനും സൃഷ്ടിക്കും കാരണഭൂതനാരെന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് പറയാം. അതാണ് നമ്മൾ പറയുന്നത്. ഇതിനൊക്കെയും ആധാരമായിട്ട് ഇതിൻ്റെ അന്തർലീനമായിട്ട് കിടക്കുന്ന ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണെന്ന് പറയാം, ദൈവമാണെന്ന് പറയാം. അല്ലാതെ ഒരിക്കലും ദൈവത്തിന് അനാദിയും ശാശ്വതവാനും സകലത്തിനും കാരണഭൂതനായി ഒരിക്കലും മാറ്റമില്ലാത്തവനായിട്ട് ദൈവം എന്നേക്കും ഒരുപോലെ നിൽക്കുന്നവനാണ്. ദൈവം അനുഗ്രഹിക്കുമാറാണ്.